എവറിത്തിങ് 360യുടെ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം ക്രെഡിറ്റ് കാർഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സെനിത്ത് പ്ലസ് മെറ്റാലിക് ക്രെഡിറ്റ് കാർഡാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാർഡ് കിട്ടുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഇതൊരു പ്രീമിയം ക്രെഡിറ്റ് കാർഡ് റേഞ്ചാണ്. ഇതിന് കുറേ അധികം ഫീച്ചേഴ്സും സവിശേഷതകളും ഒക്കെ ഉണ്ട്. കൂടാതെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആനുവൽ ഫീസും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കാർഡിൻ്റെ പ്രത്യേകതകൾ, എന്താണ് ഇതിൻ്റെ ആനുവൽ ഫീസ്, ഇത് എങ്ങനെ എളുപ്പത്തിൽ കിട്ടും എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയാനാണെങ്കിൽ ഇതിൽ ഒരുപാട് പേർക്സ് ഉള്ള, നമുക്കിപ്പോൾ പുറത്തൊക്കെ രാജ്യത്തേക്ക് നമുക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ ലൗഞ്ച് ആക്സസ് ഒക്കെ നൽകുന്ന ഒരു അൾട്ടിമേറ്റ് ക്രെഡിറ്റ് കാർഡാണ് ഈ ഒരു സെനിത്ത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഗോൾഫ് റൗണ്ട്സ്, മൂവി പാസസ്, കൂടാതെ ഇതൊരു മെറ്റൽ കാർഡാണ്. കൂടാതെ ലോവസ്റ്റ് ഫോറക്സ് മാർക്കപ്പും എയർപോർട്ട് ലൗഞ്ച് ആക്സസും ആണ് ഇതിൻ്റെ സിഗ്നേച്ചർ പേർക്സ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇനി മറ്റ് കാർഡുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ വളരെ എളുപ്പത്തിൽ വിസ ഇൻഫിനിറ്റ് റേഞ്ചിലുള്ള കാർഡ് കിട്ടാൻ ഒട്ടും എളുപ്പമല്ല. കാർഡ് പ്രോഗ്രാമാണ് വിസ ഇൻഫിനിറ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഗ്ലോബൽ കസ്റ്റമർ അസിസ്റ്റൻസ്, കൂടാതെ ഗ്ലോബൽ ATM നെറ്റ്വർക്ക്, കൂടാതെ സ്പെഷ്യൽ ഓഫേഴ്സ് എന്നൊക്കെയാണ് വിസ ഇൻഫിനിറ്റ് കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ലിമോ സർവീസ് ലഭിക്കുന്ന, വിസയുടെ ലക്ഷറി ഹോട്ടൽ കളക്ഷൻ എന്നിങ്ങനെ ലഭിക്കുന്ന, മാത്രമല്ല പാം ജുമൈറ, ദുബായിലുള്ള പാം ജുമൈറ, പിന്നെ Z5 അഡീഷണൽ ഓഫർ, അങ്ങനെ വിവിധ തരത്തിലുള്ള വിസയമായിട്ടുള്ള പാർട്ട്നേഴ്സിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് തരുന്ന ഒരു പ്ലാൻ ഉള്ള ഒരു കാർഡാണ് വിസ ഇൻഫിനിറ്റ് റേഞ്ച് ഓഫ് കാർഡ്സ് എന്ന് പറയുന്നത്. ഈ വിസ ഇൻഫിനിറ്റ് റേഞ്ച് ഓഫ് കാർഡ്സിൻ്റെ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് നമുക്ക് ഈ ഒരു AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സെനിത്ത് കാർഡിൽ ലഭ്യമാകുന്നത്. ഇനി ഗ്രാൻഡ് വെൽക്കം ഓഫറാണ് ഇവർ തരുന്നത്. 5000 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. ഒരു പോയിന്റ് ഈക്വൽ ടു 1 റുപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാർഡ് കിട്ടി, അതിൻ്റെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ടുള്ള പോയിന്റ് കിട്ടിയ ഉടൻ തന്നെ ആമസോൺ 5000 വൗച്ചറാണ് ഈ ഒരു സെനിത്ത് റിവാർഡ് കാറ്റലോഗിൽ നിന്ന് മേടിച്ചത്. ഇനി ഇതിൻ്റെ റിവാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ 100 രൂപ ട്രാവൽ, ഡൈനിങ്, ഇന്റർനാഷണൽ എന്നിങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ 2 റിവാർഡ് പോയിന്റ്സ് ആണ് ഈ കാർഡ് തരുന്നത്. കൂടാതെ 100 രൂപ നമ്മൾ ഏത് മെർച്ചന്റ് കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്താലും 1 റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള പ്രത്യേകത റിവാർഡ് പോയിന്റിന്റെ വാല്യൂ തന്നെയാണ്. സാധാരണ കാർഡുകൾക്കൊക്കെ ഒരു റിവാർഡ് പോയിന്റ് വാല്യൂ 0.25 25 പൈസ അല്ലെങ്കിൽ 20 പൈസ ഒക്കെ ആയിരിക്കും. എന്നാൽ ഇവിടെ ഒരു റിവാർഡ് പോയിന്റിന് 1 രൂപയാണ് ഈ കാർഡ് നൽകുന്ന അൾട്ടിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ കാർഡിലെ ക്യാഷ്, EMI, ഫ്യൂവൽ എന്നിങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിന് റിവാർഡ് പോയിന്റ്സ് ലഭ്യമാകുന്നില്ല. അപ്പോൾ കൂടുതലായിട്ടും ഇത് ട്രാവൽ, ഡൈനിങ്, ഇന്റർനാഷണൽ സ്പെൻസിന് ഉപയോഗിക്കാനാണ് നല്ലത് എന്ന് പറയുന്നത്. ഇനി ഈ കാർഡിൻ്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ഏകദേശം 75,000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ കാർഡിന് ഒരു 1000 റിവാർഡ് പോയിന്റിൻ്റെ, അതായത് 1000 രൂപയുടെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ കാർഡിൽ ഇപ്പോൾ നിലവിൽ റൺ ചെയ്യുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് ജുവലറി പർച്ചേസിന് ഏകദേശം 5000 രൂപ വരെയുള്ള ആമസോൺ വൗച്ചറുകൾ, 2 ലക്ഷം രൂപയുടെയൊക്കെ ജുവലറി പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 5000 രൂപയുടെ വൗച്ചറാണ് അവർ, അല്ലെങ്കിൽ 5000 രൂപയുടെ റിവാർഡ് പോയിന്റ് ആണ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഇതൊരു വളരെ പ്രീമിയം കാർഡാണ്. മാത്രമല്ല ഇത് അൾട്ടിമേറ്റ് ആയി വിവിധ തരത്തിലുള്ള പല ബ്രാൻഡുകളിലുള്ള ഓഫേഴ്സും വൗച്ചേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ നൽകുന്ന ഒരു അമേസിംഗ് കാർഡാണ്. കൂടാതെ ഇതിൽ ലഭിക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് താജ് എപ്പിക്വയർ മെമ്പർഷിപ്പാണ്. അതായത് 12 ലക്ഷം രൂപ വരെയുള്ള സ്പെൻഡുകൾ ഈ കാർഡ് ഉപയോഗിച്ച് ഒരു ആനിവേഴ്സറി ഇയറിൽ നടത്തുകയാണെങ്കിൽ മാത്രമേ താജ് എപ്പിക്വയർ മെമ്പർഷിപ്പ് ലഭ്യമാവുകയുള്ളൂ. ഇനി ഈ കാർഡിന് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് ട്രാവൽ ഷോപ്പിങ്ങിലാണ്. അതായത് നിങ്ങളിപ്പോൾ വിദേശത്ത് പോയി മാർക്കപ്പ് ഫീസ് ഒന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. 0.99% ആണ് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷന് കറൻസി മാർക്കപ്പ് ഫീസായിട്ട് ഈ കാർഡ് നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത്. കൂടാതെ എയർപോർട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഏകദേശം 4 കോംപ്ലിമെൻ്ററി സർവീസസ് ആണ് ഒരു ക്വാർട്ടറിൽ ഒരു സർവീസ് എന്നുള്ള രീതിയിൽ എയർപോർട്ട് മീറ്റ് ആൻഡ് അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സർവീസ് നൽകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എയർപോർട്ടിൽ ഇവരുടെ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഒരു അസിസ്റ്റൻസ് നിങ്ങളുടെ ഓരോ കാര്യത്തിന് എയർപോർട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ലഭ്യമാക്കാവുന്നതാണ്. കൂടാതെ ഇന്റർനാഷണൽ എയർപോർട്ട് ലൗഞ്ച് ആക്സസ് ഈ കാർഡിൽ ലഭിക്കുന്നുണ്ട്. ഈ കാർഡിൻ്റെ കൂടെ പ്രയോറിറ്റി പാസും കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു കാർഡിൻ്റെ അൺബോക്സിങ് ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രയോറിറ്റി പാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇന്ത്യയിൽ പുറത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ട് ലൗഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഈ കാർഡ് തന്നെ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള എയർപോർട്ട് ലൗഞ്ച് ആക്സസ് നൽകുന്നുണ്ട്.
ഈ ഒരു കാർഡിൻ്റെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ഡൊമസ്റ്റിക് എയർപോർട്ട് ലൗഞ്ചുകളിലും നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഇന്ത്യയിൽ എവിടെയുള്ള എയർപോർട്ട് ലൗഞ്ച് ആക്സസും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ലൈഫ് സ്റ്റൈൽ പ്രിവിലേജസ് ആയിട്ട് പറയുന്നത് ഈ ഒരു കാർഡ് ബുക്ക് മൈ ഷോയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 500 രൂപ വരെയുള്ള ഡിസ്കൗണ്ടുകൾ അല്ലെങ്കിൽ 4 ബോഗോ ടിക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡിൽ നിന്ന് ലഭ്യമാകുന്നത്. കൂടാതെ നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് 1 വർഷം 8 ഗോൾഫ് ലെസൺസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കാർഡിൽ സാധിക്കുന്നു. ഇനി ഈ കാർഡിൻ്റെ അഡീഷണൽ ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. ഈ കാർഡിന് ഒരു ഡെഡിക്കേറ്റഡ് കോൺസിയേജ് സർവീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോൺസിയേജ് അസിസ്റ്റൻസ് വേണം, അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുക്കിങ്ങിൽ ഹെൽപ്പ് വേണമെങ്കിൽ ഈ കാർഡിൻ്റെ ഈ ഒരു കോൺസിയേജ് അസിസ്റ്റൻസിൽ വിളിച്ച് നിങ്ങൾക്കത് ലഭ്യമാക്കാവുന്നതാണ്. കാർഡ് റിന്യൂ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 5000 രൂപയുടെ ബോണസ് റിവാർഡ് പോയിന്റ്സ് ഓരോ വർഷവും ലഭ്യമാകുന്നു. ഈ കാർഡിൻ്റെ ആനുവൽ ഫീസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. അതേ 5000 രൂപ നിങ്ങൾക്ക് ബോണസ് റിവാർഡ് പോയിന്റ്സ് ആയിട്ട് തിരിച്ച് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഈ കാർഡിന് ഫ്യൂവൽ സർചാർജ് വെയ്വർ ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഈ കാർഡ് ഫ്യൂവലിന് ഉപയോഗിച്ചിട്ട് വലിയ കാര്യമില്ല. കാരണം ഫ്യൂവലിന് ഉപയോഗിക്കുമ്പോൾ ഈ കാർഡിന് നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സ് ഒന്നും തന്നെ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി ഈ കാർഡിന് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് കസ്റ്റമർ സർവീസുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ പ്രയോറിറ്റി കസ്റ്റമർ സർവീസാണ് ഈ കാർഡിന് ലഭ്യമാക്കുന്നത്. കൂടാതെ ഈ കാർഡിന് 2 കോടി രൂപ വരെയുള്ള ആക്സിഡൻറ്റ് കവർ എയറിൽ ലഭ്യമാണ്. കൂടാതെ കാർഡ് ലയബിലിറ്റി, നിങ്ങൾ കാർഡ് നഷ്ടമാക്കിയാൽ അതിന് 15 ലക്ഷം രൂപ വരെയുള്ള കവറും, ക്രെഡിറ്റ് പ്രൊട്ടക്ഷനായിട്ട് നിങ്ങൾക്ക് 15 ലക്ഷം രൂപ വരെയുള്ള കവറും, പർച്ചേസ് പ്രൊട്ടക്ഷനായിട്ട് നിങ്ങൾക്ക് 50,000 രൂപ വരെയുള്ള കവറും ഈ ഒരു കാർഡിൽ നിന്ന് ലഭ്യമാകുന്നു. മാത്രമല്ല ബാഗേജ് ഡിലേ ഇൻ ഫ്ലൈറ്റ്, ലോസ് ഓഫ് പാസ്പോർട്ട്, പ്ലെയിൻ ഹൈജാക്ക് എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഈ കാർഡ് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ നൽകുന്നു. നിങ്ങളുടെ മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവർ ഒരു ഡിവൈസ് പ്രൊട്ടക്ഷൻ പ്ലാൻസ് അല്ലെങ്കിൽ 1 ഇയർ എക്സ്റ്റെൻഡഡ് വാറണ്ടി കൂടി ഈ ഒരു കാർഡ് നൽകുന്നു. ഇതൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ് ഈ ഒരു കാർഡിൻ്റെത്. ഇനി ഈ കാർഡ് ജോയിനിങ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആനുവൽ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. ജോയിനിങ് ഫീസ് അല്ലെങ്കിൽ ആനുവൽ ഫീസ് എന്ന് പറയുന്നത് 5000 രൂപ പ്ലസ് ആപ്ലിക്കബിൾ ടാക്സ് ആണ്. ഇനി നിങ്ങൾക്ക് ഈ കാർഡിൻ്റെ ആനുവൽ മെമ്പർഷിപ്പ് ഫീ വെയ്വ് ചെയ്യാനും സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 8 ലക്ഷം രൂപ വരെയുള്ള സ്പെൻഡുകൾ നടത്തിയാൽ മാത്രം മതിയാകും. ഇനി ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മന്ത്ലി ആയിട്ടുള്ള ഇൻകം ഒരു 2.5 ലക്ഷം രൂപയിൽ മേലെയാണെങ്കിൽ മാത്രമേ ഈ ഒരു കാർഡിന് നിങ്ങൾ എലിജിബിൾ ആവുകയുള്ളൂ. എനിക്ക് ഈ കാർഡിന് ഏകദേശം 1.2 ലാക്സ് പെർ മന്ത് എന്ന് പറയുന്ന ഇൻകത്തിലും അവർ അപ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലിമിറ്റ് കുറവാണെങ്കിലും ഈ ഒരു കാർഡ് നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ലെവലിലുള്ള ഇൻകം റേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാർഡ് ലഭ്യമാവുകയുള്ളൂ. കൂടാതെ പ്രൈമറി കാർഡ് ഹോൾഡർ 21നും 60 വയസ്സിന് ഇടയ്ക്കുള്ള ആളായിരിക്കണം. ആഡ് ഓൺ കാർഡ് ഹോൾഡർ 18 വയസ്സിന് മേലെയുള്ള ആർക്കും ഇതിൻ്റെ ആഡ് ഓൺ കാർഡ് ലഭിക്കുന്നതായിരിക്കും. ഇന്ത്യൻ ആയിരിക്കണം എന്നുള്ളതുണ്ട്. കൂടാതെ ഈ പറഞ്ഞ ക്രൈറ്റീരിയ അല്ലാതെ തന്നെ EU ബാങ്കിൻ്റെ സോൾ ഡിസ്ക്രിപ്ഷനിൽ അവർക്ക് കാർഡ് അപ്രൂവോ ഡിക്ലൈനോ ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഇംപ്രൂവ്മെൻറ്റ് നൽകുന്ന വളരെയധികം അമേസിംഗ് ആയിട്ടുള്ളൊരു മെറ്റാലിക് ക്രെഡിറ്റ് കാർഡാണ് സെനിത്ത് മെറ്റൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള പല ക്രെഡിറ്റ് കാർഡുകളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു കാർഡ്സിൻ്റെ ബില്ലുകൾ അനായാസം അടയ്ക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ചെക്ക് എന്ന് പറയുന്നത്. ഇന്ന് തന്നെ ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് ചെക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഓരോ തവണ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുമ്പോഴും നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള റിവാർഡ്സ് നേടാനും സാധിക്കും. 1% ചെക്ക് ചിപ്സ് ആണ് നിങ്ങൾക്ക് ഓരോ തവണയും ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുമ്പോൾ ലഭ്യമാകുന്നത്. കൂടാതെ പ്രീമിയം ബ്രാൻഡുകളുടെ വൗച്ചറാക്കി ഈ പറഞ്ഞ ചെക്ക് ചിപ്സിനെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടും സാധിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് എല്ലാ ക്രെഡിറ്റ് കാർഡിൻ്റെയും ബില്ലുകൾ ഒരു തവണയായിട്ട് ടുഗദറായിട്ട് അടയ്ക്കാനുള്ള ഒരു സംവിധാനം ഇതിൻ്റെ ആപ്പിലുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ക്രെഡിറ്റ് റിപ്പോർട്ടുകൾ എക്സ്പ്ലോർ ചെയ്യാനും ഡ്യൂ ഡേറ്റ് മിസ്സാവാതെ എല്ലാ ബില്ലിനെ കുറിച്ചുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകാനും ഈ ഒരു ചെക്ക് ആപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതുവരെയും ചെക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ചെക്ക് ചിപ്സ് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. വളരെ ഭംഗിയുള്ളൊരു വൈറ്റ് പാക്കേജിങ്ങിലാണ് ഈ ഒരു കാർഡ് വന്നത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബോക്സിലാണ് ഈ ഒരു കാർഡ് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പോസ്റ്റൽ ബോക്സൊക്കെ മാറ്റി ഞാൻ ഈ ഒരു മെയിൻ കാർഡിൻ്റെ ബോക്സാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടാവുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്രീൻ സെനിത്ത് പ്ലസ് എന്ന് ആലേഖനം ചെയ്ത ഒരു
ക്രൗണൊക്കെ ഉള്ളൊരു അമേസിങ് ആയിട്ടുള്ളൊരു ബോക്സ് പാക്കിങ്ങിലാണ് ഈ ഒരു കാർഡ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയത്. ഇതാണ് നിങ്ങൾ കാണുന്ന ഈ ഒരു കാർഡെന്ന് പറയുന്നത്. എൻ്റെ കയ്യിലുള്ള രണ്ടാമത്തെ മെറ്റാലിക് കാർഡാണ് ഈ ഒരു കാർഡെന്ന് പറയാം. കാരണം ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന മെറ്റാലിക് കാർഡെന്ന് പറയുന്നത് 1 കാർഡാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാർഡ് എടുത്തതിന് ശേഷം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ ഭംഗിയുള്ളൊരു കാർഡാണ് ഈ ഒരു സെനിത്ത് പ്ലസിൻ്റെ ഒരു ഗ്രീൻ എമറാൾഡ് ഫിനിഷിലുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സ്വർണ്ണ ലിപികളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഒരു കാർഡ്. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് പ്രയോറിറ്റി പാസും അവർ അവാർഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിൽ തന്നെയാണ് പ്രയോറിറ്റി പാസ് വരുന്നത്. HDFC ബാങ്കിൻ്റെയൊക്കെ പ്രയോറിറ്റി പാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, എന്നാലേ അവർ നമുക്ക് അയച്ചു തരത്തുള്ളൂ. എന്നാൽ ഇതൊരു കാർഡിൻ്റെ കൂടെ തന്നെ ഈ ഒരു പ്രയോറിറ്റി പാസും ഇവർ വച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ബ്ലാക്ക് പ്രയോറിറ്റി പാസ്സാണ്, അതും വാലിഡിറ്റി ഉള്ളൊരു പാസ്സാണ്. ഇനി ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ അഡീഷണൽ ആയിട്ടൊരു എൻവലപ്പിൽ വന്ന കാര്യങ്ങളാണ്. ഈ ഒരു കാർഡിൻ്റെ മെയിനായിട്ട് ഈ കാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഈ കാർഡിൻ്റെ ലിമിറ്റ് എത്രയാണ്, ഈ കാർഡ് ഏത് അഡ്രസ്സിലാണ് രജിസ്റ്റർ ആയിരിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. പിന്നെ ഈ ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു ഫ്ലാപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഒരു ഗ്രീൻ ഷെയ്ഡിൽ വളരെ അമേസിംഗ് ആയിട്ട് ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസും വെൽക്കം ബെനിഫിറ്റ്സും കോംപ്ലിമെൻ്ററി ഓഫേഴ്സും ഒക്കെ എടുത്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അൺബോക്സിംഗിൽ പറയാനുള്ളത്. ഇത്രയൊക്കെയാണ് ഈ ഒരു സെനിത്ത് പ്ലസ് മെറ്റാലിക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഈ പറഞ്ഞ കാർഡിനെ കുറിച്ചുള്ള സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിച്ച് ഇതിനെങ്ങനെ അപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് കരസ്ഥമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ അറിയാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.360money.in സന്ദർശിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയിൽ കമൻ്റ് ആയിട്ട് ഇടുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഇത് ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീഡിയോ പോലെ അമേസിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ദയവായിട്ട് ആ ഒരു ബെൽ ഐക്കൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻസ് യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടൈം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.